കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജോലിഭാരം കൊണ്ട് ഹൃദയസ്തംഭനമുണ്ടാവുക, ആരുടെയും ഉള്ളുലയ്ക്കുന്ന കഥയാണത്. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയാണ് അന്നമ്മ സെബാസ്റ്റ്യൻ എന്ന IT ജീവനക്കാരിയുടേത്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ കഴിഞ്ഞ മാർച്ചിലാണ് ആ കുട്ടി വളരെ മിടുക്കി, ക്ലാസ്സുകളിൽ പഠനകാലത്ത് മുഴുവൻ എന്തൊക്കെ പഠിച്ചോ അവിടെയൊക്കെ ടോപ്പറായിരുന്ന കുട്ടിയാണ് എന്ന് കൂടെ പഠിച്ചവർ തന്നെ അവളുടെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. അതിലുമുപരി അവളുടെ കൂടെ പഠിച്ചവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മിടുമിടുക്കിയായ ഒരു കുട്ടി. ആ കുട്ടിയാണ് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തമായ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ കയറി കൂടാൻ ഒത്തു. അത് മിടുക്കിയായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ആ കമ്പനിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാം, തൻ്റെ കരിയർ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാം, കരിയർ ഗ്രാഫ് എന്ന് കരുതിയാണ് ആ കുട്ടി അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് ജോലി ചെയ്യാൻ തുടങ്ങി. അവൾ വളരെ മിടുക്കിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ കമ്പനി അവളെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിന് അവൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവളുടെ അമ്മ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വിടുകയുണ്ടായി. എങ്ങനെയാണ് അസിസ്റ്റൻറ്റ് മാനേജരും ഒക്കെ പറയുന്ന ജോലികൾ, അതായത് അവൾക്ക് നിയുക്തമായ ജോലി പൂർണ്ണമായും കൃത്യമായി തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഉപരി, അതായത് ഒരു പക്ഷേ ഈ അസിസ്റ്റൻറ്റ് മാനേജറോ ചെയ്യേണ്ടിയിരിക്കുന്ന ജോലിയാകാം, അതുമല്ലെങ്കിൽ അവളെപ്പോൾ മിടുക്കരല്ലാത്ത ആരെങ്കിലും ചെയ്ത് തീർക്കാൻ പറ്റാത്ത, ആരെയെങ്കിലും ഏൽപ്പിച്ച് ചെയ്തു തീർക്കാൻ പറ്റാത്ത ജോലികളാകാം. അങ്ങനെയുള്ള ജോലികൾ ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നു. മിടുക്കി ആയതുകൊണ്ട് തന്നെ ഇവളുടെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക എന്ന രീതിയിലാണ് ആ കമ്പനിയിലെ ആൾക്കാരൊക്കെ, അതായത് അവളുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത്. അങ്ങനെ 6 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു, രാത്രി 12 മണിക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നാൽ പോലും സമയത്ത് വീണ്ടും അവിടെ ഇരുന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളോട് പോലും നീതി പുലർത്താതെ സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ടും പട്ടിണി സമരം ചെയ്യുന്നത് പോലുള്ള ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് സ്വന്തം ദിനചര്യകളോടൊക്കെ നീതി പുലർത്താതെ അങ്ങനെ മുന്നോട്ട് പോയ ദിനചര്യകളാണ് ആ പാവം പെൺകുട്ടിയുടേതായിട്ട് നമുക്ക് പുറത്തു വരുന്നത്. അപ്പോൾ മരണം, ഹൃദയസ്തംഭനം മൂലമുള്ള മരണം, ആ മരണം അറിഞ്ഞിട്ടും ആ കമ്പനിയിലുള്ള ഓഫീസിലുള്ളവരല്ലാണ്ട് മറ്റാരും തന്നെ അറിയുന്നില്ല, പുറത്താരും അറിയുന്നില്ല. അവസാനം അമ്മ എഴുതിയ ഒരു എഴുത്ത്, അതായത് ആ കമ്പനി മേധാവിക്ക് എഴുതിയ എഴുത്ത്, ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഇന്ത്യ ചെയർമാൻ അങ്ങനെയാണ് ഈ വിവരം അറിയുന്നത്. അങ്ങനെ ഇത് വലിയ വാർത്തയായി കഴിഞ്ഞു. അവിടെ നിന്ന് തന്നെ ചോർന്നു, അതായത് ഈ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ചോരുന്നു. എന്തുകൊണ്ടാണ് ഇത് ചോർന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചോരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരിൽ ആരോ ആയിരിക്കണം ഇത് പുറത്തു വിട്ടത്. ഇത് പുറത്തറിയേണ്ടതാണ് എന്നവർക്കറിയാം. പക്ഷെ അവരുടെ തൊഴിൽ ചട്ടങ്ങളനുസരിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ടായിരിക്കണം ഇത് ലീക്ക് ഔട്ട് ചെയ്യാനുള്ള അവസരം അവരിൽ ആരോ ഉണ്ടാക്കിയത്. അങ്ങനെ ലീക്ക് ഔട്ട് ചെയ്ത് ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇതറിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് നാം ഓർമ്മിക്കേണ്ടത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒക്കെ എഴുതുന്നതിന് മുൻപ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ജർമ്മൻകാരനായ മാർക്സ് ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, ആ ലൈബ്രറിയിൽ ഏറ്റവും വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ച് തൻ്റെ ജ്ഞാനം വളർത്താൻ വേണ്ടിയാണ് ജർമ്മൻകാരനായ മാർക്സ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ എത്തുന്നത്. ആ ലൈബ്രറിയിൽ ഇങ്ങനെ വായനയിലൊക്കെ മുഴുകി കഴിയുന്ന കാലത്താണ് തനിക്ക് ചുറ്റും, അതായത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യമായി രൂപം കൊള്ളുന്നത്. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ അതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്, പക്ഷേ അതിനൊന്നും നേരെയില്ല നമുക്ക്, നിങ്ങളെ ഞാൻ ചൂഷണം ചെയ്യുന്നില്ല. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ആ ഫാക്ടറികളിലേക്കൊക്കെ, ആദ്യമായിട്ട് ഫാക്ടറി സിസ്റ്റം വരുന്നതാണ്, ആ ഫാക്ടറികളിലൊക്കെ എന്ത് നടക്കുന്നു എന്നറിയാൻ അദ്ദേഹം ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് വെന്റിലേഷൻ പോലും ഇല്ലാത്ത മുറികളിൽ, ഇരുട്ട് വ്യാപിച്ച മുറികളിൽ ഇരുന്ന്
18 മണിക്കൂർ മുതൽ 22 മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, കൊച്ചുകുട്ടികൾ, അതായത് 5 വയസ്സിന് മുകളിൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ 10ഉം 12ഉം മണിക്കൂർ അത് ഓരോ വീൽ ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ വീൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സീലിംഗ് ഫാനിൻ്റെ കാര്യം ഓർക്കുക. ആ സീലിംഗ് ഫാൻ ഇപ്പോൾ ഒരു സീലിംഗ് ഉണ്ടല്ലേ, ആ സീലിംഗ് ഇല്ലാതെയാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 5 വയസ്സുള്ള കുട്ടി ആ സീലിംഗ് ഇല്ലാത്ത ഫാൻ കറക്കുകയാണ് ഈ മുഴുവൻ സമയം എന്ന് വയ്ക്കുക. ആ കുട്ടി അതിലേക്ക് സാധാരണ രീതിയിൽ ഉറങ്ങി വീഴും, അല്ലെങ്കിൽ തളർന്ന് വീഴും. അങ്ങനെ മാർക്സ് തന്നെ കണ്ടിട്ടുണ്ട് ഛിന്ന ഭിന്നമായി പോകുന്ന കൊച്ചു കുട്ടികളുടെ ശരീരങ്ങൾ വരെ. അത്ര ദുഷ്കരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സെനാറിയോ രംഗങ്ങൾ കണ്ട് ഹൃദയം തകർന്നാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി അവിടെ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ തൊഴിലിടങ്ങളിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമുക്കറിയാം, സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവൻ എന്ന മുദ്രാവാക്യമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടായ ആ മാറ്റങ്ങൾക്ക് ശേഷമാണ് ലോകത്താകമാനം തൊഴിലാളികൾ സംഘടിക്കുവാൻ തുടങ്ങിയത്. അതിൻ്റെയൊക്കെ അനുരണനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികളും അനുഭവിക്കുന്നത്. ILO സ്ഥാപിതമായത് എന്നാണെന്ന് നമ്മൾ ഓർക്കണം. UN സ്ഥാപിതമാകുന്നത് 1945-ലാണ്, അതായത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിനു മുൻപേ 1919 തന്നെ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പോൾ അത് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ചുവട് പിടിച്ച് അതിൽ നിന്ന് ശക്തി ആർജിച്ചാണ് ഇങ്ങനെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോം ചെയ്യപ്പെടുന്നത്. ആ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഏതാനും നിയമങ്ങൾ 2000-ലെ കൺവെൻഷനിൽ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കൺവെൻഷനിൽ വെച്ചിട്ടുണ്ട്. ചില നോംസ്, അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അത്യാവശ്യമായിട്ടും പാലിക്കപ്പെടേണ്ട ചില നോംസ്, മാനദണ്ഡങ്ങൾ. അതാണ് ആ 2000 കൺവെൻഷൻ, 2000-ലെ ILO കൺവെൻഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണത്? അത് ഒന്നാമത്തേത് മാന്യമായ വേതനം. അത് ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവണം, മാന്യമായ വേതനം. അതുകൊണ്ടാണല്ലോ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ഒരു നല്ല കമ്പനിയായിട്ട് എല്ലാവരും റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു കാരണം. ILO പറയുന്ന രണ്ടാമത്തെ മാനദണ്ഡം ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല. ആവശ്യമുള്ളപ്പോൾ എടുക്കുക, ആവശ്യമില്ലാത്തപ്പോൾ പിരിച്ചു വിടുക, അത് പാടില്ല. തൊഴിലാളികൾക്ക് സ്ഥിരത, ജോലി സ്ഥിരത വേണം. എന്താണ് മൂന്നാമത്തെ നോം എന്ന് പറയുന്നതാണ് ഡയലോഗ്. എന്ന് വെച്ചാൽ എന്താണ് ഈ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റുമായിട്ട്, തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റുമായിട്ട് അവരുടെ സേവന വേതന കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക. അത് മാന്യമായ രീതിയിൽ കമ്പനി മേധാവികൾ, അത് ഗവൺമെൻറ് ആകട്ടെ മറ്റ് സ്വകാര്യ കമ്പനിയാകട്ടെ, അവർ അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. അതാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനുള്ള പെൻഷൻ കൊടുക്കുക. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലേക്ക് നമ്മൾ വന്നു. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും തന്നെ IT സെക്ടറിലൊക്കെ പറയുന്നുണ്ട് ഇതുപോലുള്ള ചൂഷണം ഒരുപാട് നടക്കുന്നു എന്ന്. ഇന്ത്യയിലാണെങ്കിൽ ഈ ചൂഷണത്തിന് ധാരാളം സാധ്യതകളുണ്ട്. ഒന്നാമത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തൊഴിൽ നയങ്ങൾ തന്നെ പാളിച്ചയുള്ള തൊഴിൽ നയങ്ങളാണ്. എനിക്കറിയാം 2008 ഞാൻ IIM അഹമ്മദാബാദുമായി ചേർന്ന് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അത് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റിയുള്ള ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ IIM അഹമ്മദാബാദിൽ പോയി. അങ്ങനെ പോയപ്പോൾ ആ കൽക്കട്ടയിൽ നിന്ന് വന്ന മറ്റ് ഈ ഇതുപോലെ പ്രോജക്റ്റ് ചെയ്യുന്നവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു ഡെയിലി കൂലി, അതായത് വീട്ടുജോലിക്ക് വരുന്ന ഒരു ജോലിക്കാരി 6 മണിക്ക് വന്ന് 6 മണിക്ക് പോകുന്ന ഒരു ജോലിക്കാരിക്ക് കൊടുക്കുന്ന കൂലി 60 രൂപയാണ്. ആഹാരം കൊടുക്കുകയില്ല, 60 രൂപയാണ് കൂലി കൊടുക്കുന്നത്. കൽക്കട്ടയിലെ കാര്യമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കുക, എന്തുകൊണ്ടാണ് 25 ലക്ഷം ബംഗാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ ഞാനൊക്കെ 450-500 രൂപയാണല്ലോ എൻ്റെ വീട്ടിൽ ഉച്ച വരെ വന്ന് ജോലി ചെയ്ത് പോകുന്ന ഡൊമസ്റ്റിക് എയ്ഡിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ തലയിൽ കൈവച്ചു. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമം. കൽക്കട്ടയിൽ അന്ന് 60 രൂപയായിരുന്നു, ഇന്ന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ സലാം ബോംബെ എന്ന് പറഞ്ഞൊരു സിനിമ വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ.
ആ സലാം ബോംബെയിൽ മീര സമ്പടി ഒരു വനിതയാണ് ആ ഫിലിം എടുത്തത്. എനിക്ക് പെട്ടെന്ന് പൂർണ്ണമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല. ആ ഫിലിമിൽ അവർ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലും മഹാരാഷ്ട്രയിലൊക്കെ കിട്ടുന്ന വളരെ താഴ്ന്ന കൂലിയെ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ILOയുടെ 2000-ലെ കൺവെൻഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2010-ലാണ് ഇന്ത്യ അതിൽ സിഗ്നേറ്ററി ആകുന്നത്. അതായത് ഇന്ത്യ ആ നോംസ് അംഗീകരിക്കുന്നത് 2010-ലാണ്. ആ നിയമങ്ങൾ, ഈ 4 മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുവരെ ഒരു ഭരണകൂടവും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവിടെ എടുത്തു പറയാനുണ്ട്. 2005-ലെ UPA ഒന്നാം ഗവൺമെൻറ്റാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മിനിമം വേതനം 182 രൂപയായിട്ടാണ് ഫിക്സ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അതിലും താഴെയായിരുന്നു ഒരു ദിവസ കൂലി. ഓൾ ഇന്ത്യ തലത്തിൽ തൊഴിലാളികൾക്ക് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നവർക്ക് കിട്ടിയിരുന്ന കൂലി അത് 10, 100, 120 ഒക്കെ ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സലാം ബോംബെ പോലെയുള്ള ഫിലിംസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് 2005-ലെ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമമാണ്. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതാണ്, ഒരു ജീവനോപാധിക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ജീവനോപാധിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ്. എന്ന് വെച്ചാൽ അന്ന് 120 അതിലും താഴെയാണ് ഒരു ദിവസത്തെ കൂലി. കേരളത്തിലെ കാര്യമല്ല, കേരളം വിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം. അപ്പോൾ അങ്ങനെ വളരെ താഴ്ന്ന കൂലിയുള്ളതിനെ താത്വികമായിട്ടെങ്കിലും 180-ഓളം ഉയർത്തുക, ആ വിചാരത്തോടെയാണ് 180 രൂപയായിട്ട് 182 ഐ തിങ്ക് രൂപയായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി നിശ്ചയിക്കുന്നത്. അതായത് അങ്ങനെ ഈ 182 രൂപ ഇവിടെ കൂലിയാവുമ്പം ഇതിനേക്കാൾ താഴ്ന്ന കൂലിക്ക് തൊഴിൽ പോകുന്നതിന് പകരം തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അത്തരം തൊഴിലാളികൾ വരും. അപ്പോൾ അവർക്ക് ആ വേതനം കിട്ടും. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് തൊഴിലാളികൾ പോകാൻ തുടങ്ങുകയും മറ്റ് തൊഴിലുകളിൽ തൊഴിലാളികളെ കിട്ടാതെയാവുകയും ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ സ്വകാര്യ വ്യക്തികളും അതുപോലെ 180 രൂപ എങ്കിലും കൊടുക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വേതനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് 2005-ൽ. അപ്പോൾ അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഗവൺമെൻറ് വീണ്ടും 2005 കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അത് തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം തന്നെ 2-3 പ്രാവശ്യം കോവിഡ് കാലത്ത് വർദ്ധിപ്പിച്ചു. അങ്ങനെ പല തവണ കുറേശ്ശെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് 330 രൂപയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 330 രൂപ എങ്കിലും മിനിമം വേതനം കിട്ടുമെന്ന് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുക. പക്ഷെ അതും ഒരു മാന്യമായ ജീവിതത്തിന് തികയുന്ന വേതനമല്ല. ഇതൊക്കെ കണ്ടിട്ടും ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ, ഉദാഹരണത്തിന് നമുക്കറിയാം, ഇവിടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഈ അടുത്തിടെ 1-1.5 മാസം മുൻപ് വന്ന തൊഴിൽ സർവേയുടെ റിസൾട്ട്, ആ റിസൾട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 82.09% ആണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. കേരളത്തിലെ അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ അത്ര രൂക്ഷമായ തൊഴിലില്ലായ്മയുള്ള ഇന്ത്യ. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വേണം, ആയിരക്കണക്കിന് തൊഴിൽ സാധ്യതകൾ, വേക്കൻസീസാണ് ഇന്ത്യൻ റെയിൽവേയിലൊക്കെ വേക്കൻ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ അടിക്കടി അപകടങ്ങളിലേക്ക് പോകുന്നു, ജീവൻ പൊലിയുന്നു, ഓവർ ടൈം വർക്ക്, ഇതൊക്കെയാണ് അവിടുത്തെയൊക്കെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ 2000-ലെ കൺവെൻഷനിൽ 2010 ഇന്ത്യയും അതിൽ സിഗ്നേറ്ററിയാണ്, ഇന്ത്യയും അത് ബൈൻഡിങ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ആ നിയമങ്ങളൊക്കെ പാലിക്കത്തക്ക രീതിയിൽ ഈ കമ്പനികളുമായിട്ട് ഒരു സമ്പർക്കം പുലർത്താത്തത്, കമ്പനികൾക്ക് ഒരു മാൻഡേറ്റ് കൊടുക്കാത്തത് എന്നുള്ളതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ അതായത് ഈ 144 കോടി 17 ലക്ഷം ജനങ്ങൾ, അല്ലെങ്കിൽ 145 കോടി ജനങ്ങൾ എന്ന് വെച്ചോളൂ, അവരെ ഇത്ര ചേർത്ത് പിടിക്കുന്നു എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്തോടെ അവരെ ഇടിച്ചു തെറിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിലൊക്കെ നാം ഇപ്പോൾ കാണുന്നത്. അതായത് IT സെക്ടറിലൊക്കെ വലിയ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു. അതായത് അവിടെയൊക്കെ നിയമം കൊണ്ടുവരണം. എങ്ങനത്തെ നിയമമാണ് കൊണ്ടുവരേണ്ടത്? ഓവർ ടൈം ചെയ്യുന്നുവെങ്കിൽ ഓവർ ടൈം അലവൻസ് സാധാരണ ശമ്പളത്തിൻ്റെ ഇരട്ടിയോ 2.5 ഇരട്ടിയോ കൊടുക്കണം. അങ്ങനെ നിയമം കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഓവർ ടൈം ചെയ്യാൻ ആവശ്യപ്പെടുകയില്ലല്ലോ. അങ്ങനെ ചെയ്യുക. തന്നിട്ടില്ല ഓവർ ടൈം എന്തിനു ചെയ്യണം? അതുപോലെ മിടുക്കരായി അൺഎംപ്ലോയിഡ്, അതായത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിലവാരം 82.09% ആണ്. അത്ര ഉയർന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഇന്ത്യയിൽ
പകരം അന്ന സെബാസ്റ്റ്യന് പകരം അവരെ കൊണ്ട് ഓവർ ടൈം ചെയ്യിക്കുന്നതിന് പകരം വേറെ എത്രയോ പേരെ കിട്ടും അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അപ്പം അപ്പോയിന്റ് ചെയ്യാനുള്ള സാധ്യതകൾ കിടക്കുമ്പോൾ എന്തിനാണ് ഒരിടത്ത് തന്നെ ഇങ്ങനെ ചോര ഊറ്റിക്കൊണ്ടിരിക്കുന്നത്? അതിനെതിരായിട്ടല്ലേ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ നോംസ് എല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് ചോദ്യം ചെയ്യാനും കമ്പനികളെ നിലയ്ക്ക് നിർത്താനും ഒരു സർക്കാർ, കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ അവർ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇതുപോലുള്ള എക്സ്പ്ലോയിറ്റേഷന് കളമൊരുക്കുകയാണ്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് എന്ന ധാരണ തീർച്ചയായിട്ടും തെറ്റാണ്. അതേ സമയത്ത് നോക്കുകൂലി ചോദിക്കുന്ന പോലെ നിയമം തൊഴിലാളികൾ കയ്യിലെടുത്താൽ അത് തീർച്ചയായിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ അപകടകരമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കും. അതേ സമയത്ത് ന്യായമായ അവകാശങ്ങൾ, തൊഴിലാളികൾക്കുള്ള ന്യായമായ അവകാശങ്ങൾ, അതായത് അവർക്ക് വേണ്ടത്ര വിശ്രമ സമയം വേണം, അവർക്ക് തൊഴിൽ ഇത്ര മണിക്കൂർ തൊഴിൽ എന്ന രീതിയിലുള്ള ഇത് വേണം. അങ്ങനെ കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ കഴിവില്ലാത്തവരെ ഒരു കമ്പനി, ഏണസ്റ്റ് ആൻഡ് യങ് പോലത്തെ ഒരു കമ്പനി അപ്പോയിന്റ് ചെയ്യത്തില്ല. അവരുടെ മെറിറ്റും അവരുടെ ചരിത്രവും എല്ലാം നോക്കിക്കൊണ്ടാണ് കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു സാഹചര്യം കമ്പനി തന്നെ വിചാരിച്ച് ഒഴിവാക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് ഒരുപാട് IT കമ്പനികളിലും ഓവർ ടൈം വർക്കൊക്കെ ചെയ്യേണ്ടി വരും, വീട്ടിലിരുന്നും വർക്ക് ചെയ്യേണ്ടി വരിക, ശനിയാഴ്ചയും വർക്ക് ചെയ്യേണ്ടി, ഇതൊക്കെ തിരുവനന്തപുരത്തും നടക്കുന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കമ്പനിയുടെ ബാഡ് ബുക്കിലാകണ്ട, അതായത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതുമ്പോൾ മോശമായ പരാമർശങ്ങൾ ഉണ്ടായാൽ അത് താൻ പോകുന്നിടത്തെല്ലാം തനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഓരോ ഉദ്യോഗസ്ഥയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അവരതിനെതിരായിട്ട് ചെറൽ വിരൽ പോലും അനക്കാത്തത്, ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായ നടപടികൾ എടുക്കണം. അതുകൊണ്ടൊന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറഞ്ഞു പോവില്ല. അതായത് തസ്തികകൾ സൃഷ്ടിക്കേണ്ടടുത്ത് തസ്തികകൾ സൃഷ്ടിക്കണം. വിശ്രമം വേണ്ടത്ര വിശ്രമം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട്, അത് തൊഴിലാളികൾ ചോദിക്കണം. അപ്പോൾ ഡയലോഗ് എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും തൊഴിലാളികൾക്ക് ഒപ്പം ചേരാൻ, യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ILO ആവശ്യപ്പെടുന്നത്. അപ്പോൾ എനിക്കൊരു സംശയവും കൂടി തോന്നുകയാണ്, എന്താണ് ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും നോക്കുകുത്തിയായിട്ട് ഈ സർവേ നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും അല്ലാതെ ഇതിനെതിരായിട്ട് തൊഴിലാളികളുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന, അവരെ പീഡിപ്പിക്കുന്ന ജനസമൂഹം, കോർപ്പറേറ്റ് ആകട്ടെ, ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആകട്ടെ, ആരുമാകട്ടെ, അവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ILOയ്ക്ക് കഴിയണം. അവർക്കൊക്കെ എതിരെയാണ് ഉപരോധങ്ങൾ കൊണ്ടുവരേണ്ടത്. റഷ്യയ്ക്കും ഒക്കെ എതിരെ ഉപരോധങ്ങൾ കൊണ്ടുവന്നതുപോലെ ഉപരോധങ്ങൾ കൊണ്ടുവരേണ്ടത് അത്തരം കമ്പനികളെയാണ് കരിമ്പട്ടികയിലാക്കേണ്ടത്. അതിന് പകരം ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഞങ്ങൾ 1919 തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് യാതൊരു പ്രയോജനവും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായി കമ്പനികൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ആരോഗ്യ പരിപാലനം സാധ്യമാകുന്ന രീതിയിൽ വേണം പ്രവർത്തന സമയം ക്രമീകരിക്കുവാനും എല്ലാം. അതായത് വിശ്രമ സമയവും പ്രവർത്തന സമയം ഇതൊക്കെ തീർച്ചയായിട്ടും സസ്റ്റൈനബിളായ രീതിയിൽ തന്നെ രൂപപ്പെടുത്താനായിട്ട് ഓരോ കമ്പനിയും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ശ്രമിക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും അവയ്ക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, രണ്ടും ചേർന്ന്. അങ്ങനെ ചെയ്താണ് സർവ്വലോക തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ടത്.